പുരുഷനിശ്വാസവത്, പുരുഷനിശ്വാസത്തെ പോലെ നജ പുരുഷബുദ്ധി പ്രയത്നപൂർവക, പുരുഷബുദ്ധി നമ്മൾ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ച് വളരെ പ്രയാസപ്പെട്ട് എഴുതുന്നത് പോലെ അല്ല, ഇത് പറയുന്നത് പോലെയാണ്. ഈശ്വരനിൽ നിന്ന് നേരത്തെ തന്നെ ഉള്ളത് തന്നെ പ്രകടമാകുന്നതാണ്. അല്ലാതെ കഥയും നോവലും എല്ലാം എഴുതുന്നത് പോലെ കൽപ്പിച്ച് വാക്യങ്ങളെ രചിക്കുന്നതല്ല. ഇത് രചിതമായ വാക്യങ്ങൾ അവിടെ ഉണ്ട്, അത് പ്രകടമാകുന്നതാണ്. അത പ്രമാണം നിരപേക്ഷേവ സ്വാർത്ഥേ, അതുകൊണ്ട് ഈ വേദം, അതാണ് ഇവിടെ, അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഭാഷ്യകാരൻ പറഞ്ഞു വരുന്നത്. ഇത് നിരപേക്ഷേവ സ്വാർത്ഥേ, സ്വാർത്ഥത്തിൽ ഇത് നിരപേക്ഷ പ്രമാണമാണ്, സ്വതപ്രമാണമാണ്. അതിനാണ് നിരപേക്ഷ പ്രമാണം എന്ന് പറയുന്നത്. ഈ സ്വതപ്രമാണം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊന്നിനെ അപേക്ഷിക്കാതെ തന്നെ പ്രമാണമാകുന്നു. അത് വാക്യങ്ങൾ പൊതുവെ നിരപേക്ഷ പ്രമാണമല്ല. ഒരാൾ പറയുകയാണ്, ആ കടലിന്റെ തീരത്ത് ഒരു മനോഹരമായ പുഷ്പമുള്ള ഒരു ചെടിയുണ്ടെന്ന് പറയുന്നു. ഒരാൾ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഒരാൾക്കത് ശരിയാണെന്ന് ധരിക്കാം, വേറൊരാൾക്കത് തെറ്റാണെന്ന് ധരിക്കാം. ആ വാക്യം നിരപേക്ഷ പ്രമാണമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് ശരിയാകാൻ തെറ്റാകും. പക്ഷെ അത് ശരിയാകണമെങ്കിൽ എന്ത് വേണം? ഈ കേൾക്കുന്ന ആള്, ഇത് കേൾവി എന്ന് പറയുന്നത് ശബ്ദമാണ്, ശബ്ദം ഒരു പ്രമാണമാണ്. ശബ്ദത്തിലൂടെയാണ് മനസ്സിലാക്കി അവിടെ പുഷ്പമുണ്ടെന്ന്. പക്ഷെ അത് നിരപേക്ഷ പ്രമാണം അല്ലാത്തതുകൊണ്ട് കേൾക്കുന്നയാൾ അവിടേക്ക് പോകുന്നു, നടന്നു പോകുന്നു. പുഷ്പമുണ്ടെങ്കിൽ എന്താണ്? കണ്ണുകൊണ്ട് കാണാമെന്നുള്ള ഒന്നാണ് പുഷ്പം. കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നു, എന്നിട്ട് തീരുമാനിക്കുന്നു ശരിയാണ്. അതുവരെ ഈ പറഞ്ഞ വാക്യം പ്രമാണമല്ല. കണ്ണുകൊണ്ട് നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ തീരുമാനിച്ചു ഇവിടെ പുഷ്പമുള്ളതാണ്. അപ്പോൾ ആ വാക്യം പ്രമാണമായി, മുമ്പ് പറഞ്ഞ വാക്യം പ്രമാണമായി. അതിൽ നിന്ന് അയാൾക്കുണ്ടായത് പ്രമയാണ്. ഇതതിന് ചുരുക്കി പറയുന്നതാണ്. ഇത് പ്രാമാണ്യവാദം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒന്നാണ്. ശാസ്ത്രത്തിലെല്ലാം ദീർഘമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരാള് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ സാധാരണ അതിനെ നിരപേക്ഷ പ്രമാണമായി സ്വീകരിക്കാറില്ല. അത് മറ്റൊരു പ്രമാണം കൊണ്ട് പരീക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കും. ശബ്ദം ശ്രവണേന്ദ്രിയം കൊണ്ടാണ് ഗ്രഹിക്കുന്നത്. എന്നിട്ട് നമ്മൾ ബോധിക്കുന്നു, ഇത് സത്യമാണ്. അതുപോലെ നമ്മളെ ബോധിപ്പിക്കാൻ കഴിയുള്ള മറ്റൊരു പ്രമാണമാണ് ചക്ഷുരേന്ദ്രിയം. അവിടെ ചക്ഷുരേന്ദ്രിയത്തിന്റെ സഹായം കൂടെ തേടുന്നു. അപ്പോൾ ശബ്ദപ്രമാണം അത് ശ്രവണേന്ദ്രിയത്തിന്റെ സഹായത്തോടുകൂടി ആ തത്വത്തെ ബോധിപ്പിച്ചെങ്കിലും അതിനെ നമുക്കവിടെ സ്വതപ്രമാണം നമ്മൾ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ചക്ഷുരേന്ദ്രിയത്തെ കൂടെ ആശ്രയിച്ചു കണ്ണുകൂടി പറയേണ്ടി വന്നു, കണ്ണിന്റെ അംഗീകാരം കൂടെ വാങ്ങേണ്ടി വന്നു. എന്താണ്? അത് ശരിയാണ്. എന്തുകൊണ്ടങ്ങനെ വേണ്ടി വരുന്നു? കാരണം കള്ളം പറയുന്ന ആൾക്കാരുമുണ്ട്. ഇത് കേട്ടുകൊണ്ട് ഒരാൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ പുഷ്പമില്ല. അപ്പോൾ വാക്യം പ്രമാണമല്ലാതായിത്തീർന്നു. അപ്പോൾ വാക്യത്തെ സംബന്ധിച്ച് വാക്യം പ്രമാണമാകുമോ സ്വത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയേണ്ടി വരും? അത് ചക്ഷുരേന്ദ്രിയം അംഗീകരിക്കുകയാണെങ്കിൽ അത്
പ്രമാണമാണ്. അല്ലെങ്കിൽ അല്ല എന്നേ പറയാൻ പറ്റൂ. കാരണം സത്യം പറയുന്നവരുമുണ്ട്, കള്ളം പറയുന്നവരുമുണ്ട്. അപ്പൊ സത്യം പറയുന്നവനാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് പറയാം അത് സ്വയം പ്രമാണം തന്നെ. പക്ഷേ വാക്യത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പൊതുവായ നിയമം ഉണ്ടാക്കാൻ കഴിയത്തില്ല. വാക്യം സ്വതപ്രമാണമാണ്. കാരണം രണ്ടു തരത്തിലും അത് വരാം. പക്ഷെ ശ്രുതിയെ സംബന്ധിച്ച് അങ്ങനെയല്ല പറയുന്നത്. അതഹ ഇത് ഈശ്വരനിൽ നിന്ന് നിശ്വസിതമായതുകൊണ്ട്, അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്ന് നിശ്വസിതം പോലെ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈശ്വരൻ വെളിപ്പെടുത്തിയതുകൊണ്ട്, അല്ലെങ്കിൽ ഈശ്വര തത്വം ഇതിനെ വെളിപ്പെടുത്തിയതുകൊണ്ട് ഇത് നിരപേക്ഷ പ്രമാണമാണ്. അത് വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരു വാക്യത്തെ നമുക്ക് പ്രമാണമായി സ്വീകരിക്കാം. ആ വാക്യം പറയുന്നവൻ സത്യം പറയുന്നവനാണെങ്കിൽ അതിനെ സ്വതപ്രമാണമായി സ്വീകരിക്കും. സത്യം പറയുന്നവനാണെങ്കിൽ നമ്മളവിടെ പോയി നോക്കിക്കഴിയുമ്പോൾ ആ പറഞ്ഞ് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ പറയുന്നത്. അതഹ ഇത് ഈശ്വരൻ വെളിപ്പെടുത്തിയതുകൊണ്ട് ഇത് നിരപേക്ഷമാണ് പ്രമാണം. എന്തിന്? സ്വാർത്ഥേ, സ്വാർത്ഥത്തിൽ. അതായത് ഈ വേദം വെളിപ്പെടുത്തുന്ന അർത്ഥങ്ങളിൽ, വിഷയങ്ങളിൽ വേദം സ്വയം പ്രമാണമാണ് എന്നാണ്. അത് മറ്റു പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ണുകൊണ്ട് കണ്ടു ബോധിക്കേണ്ടി വന്നു. അതുപോലെ വേദം പറഞ്ഞ ഒരു കാര്യം അത് ഈ കണ്ണുകൊണ്ട് കണ്ടു ബോധിക്കേണ്ട ആവശ്യമില്ല. വേദം പറഞ്ഞുകൊണ്ട് തന്നെ അത് സത്യമാണ്. അതിനെ പ്രമാണമായി അംഗീകരിക്കണം. വേദത്തിനെങ്ങനെ ഈ പ്രാമാണ്യം വന്നാൽ ഈശ്വരൻ പറഞ്ഞുകൊണ്ട്. ഈശ്വരൻ സർവജ്ഞനാണ്. സർവജ്ഞനായ ഈശ്വരൻ പറയുന്നത് ഒരിക്കലും ഭ്രാന്തിയാകത്തില്ല, അർത്ഥത്തിന് മാറ്റം വരത്തില്ല. തസ്മാത് തേനോക്തം തഥൈവ പ്രതിവക്തവ്യം ആത്മനശ്രയ ഇച്ഛദ്ഭി ജ്ഞാനം വാ കർമ്മവേദി. അതുകൊണ്ട് ഇവിടെ പറയുന്നു തസ്മാ, അക്കാരണത്താൽ, ഇത് സ്വതപ്രമാണമായതുകൊണ്ട്. വേദം സ്വതപ്രമാണമായിരിക്കുന്നുണ്ട്. മറ്റു പ്രമാണങ്ങളുടെ സഹായം കൂടാതെ തന്നെ വേദം സത്യത്തെ, യഥാർത്ഥമായ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് യത്തേനോക്തം, വേദം എന്താണോ പറഞ്ഞത് തഥൈവ പ്രതിപത്തവ്യം, അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കണം എന്നാണ്. അതങ്ങനെ തന്നെ സ്വീകരിക്കണം. വേദം എന്ത് പറഞ്ഞു അങ്ങനെ തന്നെ സ്വീകരിക്കണം. ആര്? ആത്മനഃ ശ്രേയ ഇച്ഛദ്ഭി, തന്റെ ശ്രേയസിനെ ഇച്ഛിക്കുന്നവർ. ശ്രേയസിനെ ഇച്ഛിക്കുന്നവർ വേദം എന്ത് പറയുന്നു അത് അതുപോലെ സ്വീകരിക്കും. അതിൽ യാതൊരു തരത്തിലും മാറ്റം വരുത്താൻ പാടില്ല. അതെന്താണ്? ജ്ഞാനം വാ കർമ്മ വാ, ഏതായാലും ശരി. ജ്ഞാനത്തെ സംബന്ധിച്ചായാലും ശരി, അതായത് ഇവിടെ പറയുന്ന ആത്മതത്വത്തെ സംബന്ധിച്ചായാലും ശരി, ഇനി കർമ്മകാണ്ഡത്തെ സംബന്ധിച്ചായാലും. അപ്പൊ വേദം പൂർവകാണ്ഡവും ഉത്തരകാണ്ഡവും ഒരുപോലെ പ്രാമാണ്യമുള്ളതാണ്. എന്നുവെച്ചാൽ വേദം സത്യത്തെ പറയുന്നതാണ്. ശ്രേയസിനെ ആഗ്രഹിക്കുന്നവർ എന്ന് അവിടെ പ്രത്യേകം പറയുന്നു. ഇതിനെ സ്വതപ്രമാണമായിട്ട് തന്നെ സ്വീകരിക്കണം എന്ന്. അപ്പോൾ ഇതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നു. ഒന്ന് പറയുന്നത് വേദത്തിനെ സ്വതപ്രമാണമായി സ്വീകരിക്കണം. അതിന് ഹേതുവായി പറയുന്നത് അത് ഈശ്വരപ്രോക്തമാണ്. പിന്നെ അടുത്ത് പറയുന്നത് എന്താണോ, അതിന് സ്വതപ്രമാണമായി സ്വീകരിക്കുന്നതുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പരമാർത്ഥമാണ്, അതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളെല്ലാം. മറ്റൊന്നെന്താണ് പറയുന്നത്? ശ്രേയസിനെ ആഗ്രഹിക്കുന്നവർ അതിനെ സ്വീകരിക്കണം.
ഏതിനെ? അത് തത്വമായാലും ശരി കർമ്മമായാലും ശരി എന്ന്. ഇതില് ഈ പറയുന്ന കാര്യങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ശ്രേയസിനെ ആഗ്രഹിക്കുന്നവർ അതിൽ പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കണമെന്ന് പറയുന്നതിൽ വലിയ അഭിപ്രായ വ്യത്യാസം വരത്തില്ല. കാരണം ഇത് പറഞ്ഞിരിക്കുന്നതിന്റെ താല്പര്യം അത് തന്നെയാണ്. ശ്രേയസിനെ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ജീവന്മാര് ശ്രേയസിനെ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ വേദത്തിൽ പറഞ്ഞ വഴിക്ക് സഞ്ചരിക്കും എന്നാണ്. അപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രേയസിനെ ആഗ്രഹിക്കാൻ വേണ്ടി സത്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സദ്ഫലം, ദുഷ്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദുഷിച്ച ഫലം. അപ്പോൾ ശ്രേയസിന് ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യണം? ദുഷ്കർമ്മങ്ങളെ ഒഴിവാക്കി സത്കർമ്മത്തെ ചെയ്യണം. കർമ്മത്തെ സംബന്ധിച്ച് ഇത് ശരിയാണ്. ഈ ജീവന്റെ ഊർധ്വഗതി, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവൻ അധപ്പതിക്കാൻ പാടില്ല, അവന് അധോഗതി വരാൻ പാടില്ല. അതങ്ങനെ സംഭവിക്കാൻ എന്തുകൊണ്ട്? ആ ജീവന് സഹജമായ വാസനകളുണ്ട്, പ്രാകൃതമായ വാസനകളുണ്ട്, പ്രാകൃതമായ സംസ്കാരങ്ങളുണ്ട്. അതനുസരിച്ച് അവൻ സ്വേച്ഛയാ പ്രവർത്തിക്കും. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അധർമ്മം പ്രവർത്തിക്കും. അധർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അധപ്പതിക്കും. ജീവന് അധപ്പതനം, നാശമുണ്ടാവും. അത് വരാൻ പാടില്ല. അതുകൊണ്ട് വേദം പറയുന്നു നീ സത്കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ ജീവന് ഉയർച്ചയുണ്ടാവും. ഈ ഭാഗത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ വേദം സ്വതപ്രമാണമാണ് എന്ന് പറയുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പലർക്കും. ഇത് വേദത്തെ സംബന്ധിച്ച് മാത്രമല്ല പറയുന്നത്. സ്വതപ്രമാണം, സ്വതപ്രാമാണ്യവാദം. എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് എന്തോ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ്. ഇത് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് സ്വതപ്രാമാണ്യമാണ്. അതിനെല്ലാം അവർ പറയുന്ന യുക്തിയും ഒന്ന് തന്നെ. ബൈബിള് പറയുന്നത് സ്വതപ്രാമാണ്യമാണ്, ഖുർആൻ പറയുന്നത് സ്വതപ്രാമാണ്യം. മതഗ്രന്ഥങ്ങൾ ഏതൊക്കെയുണ്ടോ അത് പറഞ്ഞാലേ ഈ ഗ്രന്ഥങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ, വേദത്തിന്. ഇത് എന്ത് പറയുന്നോ ആ പറയുന്നത് അതുപോലെ സ്വീകരിക്കുക. അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് ഈശ്വരന്റെ വിശ്വാസം പോലെ പ്രകടമായതാണ്. മറ്റു ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് എന്താണ്? അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമായതുകൊണ്ട് ഇതിനെ സ്വതപ്രമാണമായി സ്വീകരിക്കും. ആ ഒരു ഭാഗത്തിൽ മറ്റുള്ളവർ പറയുന്നു, അത് നമ്മൾ ചിന്തിക്കണമല്ലോ. ഇപ്പൊ ശങ്കരാചാര്യരും പറയുന്നു, വൈദികന്മാരും പറയുന്നു, മറ്റ് മതവിശ്വാസികളും പറയുന്നു, ഇതെല്ലാം സ്വതപ്രമാണമുള്ളതാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ ഇതിനകത്ത് വരുന്ന ഒരു യുക്തിഭംഗം മറ്റുള്ള ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അത് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇതാര് പറയുന്നതാണ് ശരി? മറ്റുള്ളവർ പറയുന്നതാണോ അതോ ഈ മതഗ്രന്ഥങ്ങളിൽ പറയുന്നതാണോ? ഈ പറയുന്നതനുസരിച്ച് സ്വതപ്രമാണമാണ്. അതായത് ഇതീ പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യമാണ്. എന്ത് കാര്യം പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, അതിനെ അംഗീകരിക്കണം. അതനുസരിച്ച് മനുഷ്യൻ പറഞ്ഞിടവിടെയും ജ്ഞാനമായാലും ശരി കർമ്മമായാലും ശരി ആ ജ്ഞാനത്തെ സ്വീകരിക്കണം, ആ കർമ്മത്തെ അനുഷ്ഠിക്കണം. പക്ഷെ അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം ഇതിനെ സ്വതപ്രമാണമായി സ്വീകരിക്കണം. നിരപേക്ഷ പ്രമാണം. നിരപേക്ഷ പ്രമാണം എന്ന് പറഞ്ഞാൽ പിന്നീട് അവിടെ മറ്റ് പ്രമാണങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ പരിശോധിക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ലൗകികമായ വാക്യങ്ങളാണെങ്കിൽ നമ്മളവിടെ കണ്ണുകൊണ്ട് പരിശോധിക്കുന്നു. സൂര്യൻ പ്രകാശിക്കുന്നതാണെന്ന് ഒരാൾ പറഞ്ഞു, കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം. അവിടെ തർക്കമില്ല. വാക്യത്തിൽ നിന്ന് നമ്മൾ എന്താണോ ഗ്രഹിച്ചത് അത് തന്നെ കണ്ണുകൊണ്ടും ഗ്രഹിക്കുന്നു.
പഞ്ചസാര മധുരമുള്ളതാണെന്ന് ഒരാൾ പറഞ്ഞു. വാക്കിൽ നിന്ന് ഗ്രഹിച്ച എന്താണോ അത് തന്നെ രസനേന്ദ്രിയം കൊണ്ടും ഗ്രഹിക്കാം. അപ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ അതിനെ ഉറപ്പിക്കാം. പക്ഷെ അവിടെ മറ്റൊരു ഇന്ദ്രിയത്തിന്റെ സഹായം വേണ്ടി വരുന്നു. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഈ ശബ്ദം മാത്രം മതി. പറഞ്ഞതിൽ നിന്ന് എന്താണോ ഗ്രഹിക്കുന്നത് അതിനെ മറ്റൊരു പരീക്ഷണ നിരീക്ഷണങ്ങളും കൂടാതെ തന്നെ അംഗീകരിക്കണം എന്ന് പറയുന്നത് നിരപേക്ഷ ഏവ സ്വാർത്ഥം എന്നാണ്. മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. വേദം പറഞ്ഞിരിക്കുന്ന സൂര്യൻ പ്രകാശിക്കുന്നതാണ്. കണ്ണുകൊണ്ട് കാണുമ്പോഴും സൂര്യൻ പ്രകാശിക്കുന്നു. അത് അവിടെ കണ്ണുകൊണ്ട് കണ്ട കാര്യത്തെ വേദം ഏറ്റുപറയുന്നു. ഇവിടെ വൈദികന്മാർ പറയുന്നു. അത് അനുവാദ രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഇത് സ്വതപ്രമാണമാണെന്ന് പറയുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അത് എവിടെയാണ് പ്രയോജനം വരുന്നത്? ഈ സ്വതപ്രാമാണ്യവാദത്തിനെ ഉറപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വേദത്തിലോ ബൈബിളിലോ ഖുറാനിലോ എല്ലായിടത്തും ഇവിടെ യാഗം ചെയ്യുന്നു, മരണശേഷം സ്വർഗം കിട്ടുന്നു എന്ന് പറയുന്നിടത്തേക്ക് വേണ്ടിയിട്ടാണ്. അതാണ് കർമ്മം. യാഗത്തിന്റെ ഫലം വേദത്തിൽ പറയുന്ന സ്വർഗമാണ്. അപ്പോൾ ജീവിതകാലം മുഴുവൻ യാഗം ചെയ്തു, ഒരുപാട് തീയും പുകയും എല്ലാം കൊണ്ട് യാഗം ചെയ്തു. പക്ഷെ ജീവിച്ചിരുന്നപ്പോഴൊന്നും സ്വർഗം കിട്ടിയില്ല. മരണശേഷമാണ് സ്വർഗം കിട്ടുന്നത്. അപ്പോൾ മരണശേഷമുള്ള കാര്യത്തിന് എന്താ ഉറപ്പ്? യാതൊരു ഗ്യാരണ്ടിയില്ല. അപ്പോൾ അവിടെ സ്വതപ്രാമാണ്യം വേദം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചെയ്യുക. ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വർഗമുണ്ടോ, പിന്നെ താനുണ്ടോ, ഒരു കാര്യത്തിന് യാതൊരു ഉറപ്പുമില്ല. ജീവിച്ചിരിക്കുമ്പോഴുള്ള കാര്യങ്ങൾക്കേ ഉള്ളൂ ഉറപ്പ്. പക്ഷെ മരണശേഷവും ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട്. ആ ആത്മാവാണ് ഇവിടെ കർമ്മം ചെയ്യുന്നത്. ആ ആത്മാവ് മരണശേഷം എവിടെയോ പോയി സ്വർഗം എന്ന് പറയുന്ന ആ സുഖത്തെ അനുഭവിക്കുന്നു. അത് സ്വർഗം എന്താണ്? അത് ചിലർ പറയുന്നു അത് മേരുപർവ്വതത്തിന്റെ മുകളിലുള്ള ഒരു സ്ഥാനമാണ്. ചിലർ പറയുന്നു അതല്ല, അത് നിരതിശയമായ സുഖമാണ്. അതെന്തായാലും ശരി, അത് മരണശേഷമാണ് കിട്ടേണ്ടത്. അക്കാര്യത്തിൽ ഇവിടെ യാതൊരു ഉറപ്പുമില്ല. അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് പരിശോധിക്കാൻ വയ്യ, അനുമാനത്തിലൂടെ കുറ്റമറ്ററിയാൻ വയ്യ. മറ്റു പ്രമാണങ്ങളൊന്നും അതിന് സഹായിക്കുന്നില്ല. വേദം മാത്രമേ ഉള്ളൂ. അപ്പൊ വേദത്തെ സ്വതപ്രമാണമായി സ്വീകരിച്ച ഒരാൾക്ക് മാത്രമേ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് വേദത്തെ സ്വതപ്രമാണമായി സ്വീകരിക്കണം. മറ്റു മതഗ്രന്ഥങ്ങളിലും അത് തന്നെ പറയുന്നു. നിങ്ങൾ ഈ മതഗ്രന്ഥങ്ങൾ പറയുന്ന രീതിയിലെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ബൈബിളായാലും ഖുർആനായാലും, മരണശേഷം നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അവിടെ പോയി എല്ലാ സുഖങ്ങളും അനുഭവിക്കാം. പിതാവിന്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ മുമ്പിലോ പിമ്പിലോ ഒക്കെ ഇരിക്കാം. അല്ലെങ്കിൽ അവിടെ സ്വർഗത്തിൽ അന്ത്യവിധി അത് കഴിയുമ്പോൾ എല്ലാവരെയും അവിടെ ആ സ്വർഗത്തിൽ അവർക്ക് സ്ഥാനം കിട്ടും. ഇത് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഗ്രന്ഥത്തിൽ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പം അത് വിശ്വസിക്കണമെങ്കിൽ എന്താണ്? ഇത് ആ ഗ്രന്ഥത്തെ സ്വതപ്രമാണമായി സ്വീകരിക്കും. അതിൽ ഗ്രന്ഥത്തിൽ പറയുന്നത് കൊണ്ട് അത് ശരിയാണ്. ചുരുക്കത്തിൽ വേദത്തിൽ പറയുന്നതുകൊണ്ട് അത് ശരിയാണ്. യാഗം ചെയ്താൽ സ്വർഗം കിട്ടും. ബൈബിളിൽ പറയുന്നതുകൊണ്ട് ശരിയാണ്. ഖുർആനിൽ പറയുന്നതുകൊണ്ട് ശരിയാണ്. എന്താണ്? ആ ഗ്രന്ഥം പറയുന്നതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മരണശേഷം സ്വർഗം കിട്ടും. ഇതാണ് സ്വതപ്രാമാണ്യം. ഈ സ്വതപ്രാമാണ്യത്തിലുള്ള ദോഷം അതുകൂടെ അറിഞ്ഞിരിക്കുന്നു. ശരി, ഇത് എന്തുകൊണ്ടിത് സ്വതപ്രമാണമാകുന്നു? അതിന് വൈദികന്മാരും ഈ മതഗ്രന്ഥങ്ങളും എല്ലാം പറയുന്നത് എന്താണ്? ഇത് ദൈവത്തിന്റെ വചനമായതുകൊണ്ട് എന്നാണ്.
അതിന് മറ്റൊന്നും പറയാനില്ല, മറ്റൊരു സമാധാനം പറയാനില്ല. എന്തുകൊണ്ട് പറയാനില്ല? കാരണം ഇത് അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മരണത്തിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. മരണത്തിനുള്ള ശേഷമുള്ള കാര്യം എങ്ങനെയാണ്? ജീവിച്ചിരിക്കുന്നു, മരിച്ചല്ലേ അറിയാൻ പറ്റും. മരിച്ചുപോയ ഇതിട്ട് അറിയാനും പറ്റുന്നില്ല. ജീവിച്ചിരിക്കുമ്പം തന്നെ അറിയണം സ്വർഗനരകങ്ങളെ. അപ്പം അതിനെന്താ വഴി? അത് ഈശ്വരൻ പറഞ്ഞിരിക്കുന്നു. ഈശ്വരൻ, സർവജ്ഞനായ ഈശ്വരൻ അറിയാം മരണശേഷമുള്ള കാര്യങ്ങളും. അതുകൊണ്ട് ഈശ്വരൻ പറഞ്ഞതുകൊണ്ട് സ്വതപ്രമാണം. അവിടെയാണ് ഈ സ്വതപ്രമാണ്യവാദികളോട് മറ്റുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യം. അത് വേദത്തിലായാലും ബൈബിളിലായാലും ഖുർആനിലായാലും ഉത്തരം മുട്ടുന്ന ഒരു ചോദ്യം. ഇത് ദൈവമാണ് പറഞ്ഞെന്ന് ആര് പറഞ്ഞിരിക്കുന്നു? അതിന് സമാനം പറയണമല്ലോ. ഇത് ദൈവം പറഞ്ഞു എന്ന് വന്നാലേ ഇത് സ്വതപ്രമാണമാകത്തുള്ളൂ. ശരി, എന്നാൽ ഇത് ദൈവം പറഞ്ഞു എന്ന് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു എന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വചനമാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു, വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് ദൈവവചനമാണ്. ഇവിടെയാണ് ഒരു വൈഷമ്യം. ഈ വൈഷമ്യത്തിന് പറയുന്ന പേരാണ് അന്യോന്യാശ്രയ ദോഷം. അന്യോന്യാശ്രയ ദോഷം വന്നു കഴിഞ്ഞാൽ അതിനൊരു സിദ്ധാന്തമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അതാണ്. അതായത് വേദം സ്വതപ്രമാണമാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി അതിനെ ദൈവവചനമാണെന്ന് പറയുക. അത് ദൈവവചനമാകണമെങ്കിൽ എന്ത് വേണം? ഇതാദ്യം സ്വതപ്രമാണമാണെന്ന് സ്വീകരിക്കണം. എന്തുകൊണ്ട്? അത് ദൈവമാണെന്ന് അറിയുന്നത് ഇതിൽ പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ പറയുന്നത് ശരിയാവണമെങ്കിൽ ദൈവവചനമാകണം, ദൈവവചനമാണെങ്കിൽ ഇതിൽ പറയുന്നത് ശരിയാകണം. അത് വരുന്ന പുരത്തക്കേട്. ദൈവവചനമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, ഏത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവവചനമെന്ന് പറയുന്നത് ശരിയാണോ? വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. ശരി, എന്തുകൊണ്ട്? അത് സ്വതപ്രമാണമായതുകൊണ്ട്. ശരി, അത് സ്വതപ്രമാണമായതെന്തുകൊണ്ട്? ദൈവവചനമായതുകൊണ്ട്. വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ പോകും. അത് ദൈവവചനമെന്ന് അങ്ങനെ അറിഞ്ഞു? വേദത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ? ശരി, എന്തുകൊണ്ട്? അത് സ്വതപ്രമാണമായതുകൊണ്ട്. അത് സ്വതപ്രമാണമായത് എന്തുകൊണ്ട്? അത് ദൈവം പറഞ്ഞതുകൊണ്ട്. ആ ദൈവം പറഞ്ഞതെന്ന് എങ്ങനെ അറിഞ്ഞു? വേദത്തിൽ പറഞ്ഞതുകൊണ്ട്. വേദത്തിൽ പറഞ്ഞത് ശരിയാകുന്നെങ്ങനെ? അത് സ്വതപ്രമാണമായതുകൊണ്ട്. ഈ ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ അസംബന്ധമാണെന്ന് വരും. ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ അന്യോന്യാശ്രയം, ചാക്രികം, അനവസ്ഥ ഇങ്ങനെയുള്ള ദോഷങ്ങൾ പറയും ഈ പറയുന്നത്. ഇത് പരസ്പരം അന്യോന്യാശ്രയ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഉദാഹരണം പറയുന്നത്, വെള്ളത്തിൽ കിടന്ന ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി വള്ളത്തിനെ എന്ത് ചെയ്യും? കരയിൽ കുറ്റിയടിച്ച് കെട്ടും. അപ്പോൾ അതവിടെ തന്നെ, ഓളങ്ങളോ തിരയോ ഒക്കെ വന്നാലും അത് അവിടെ തന്നെ കിടക്കും. ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു വള്ളത്തിന് വേറെ വെള്ളത്തിൽ കെട്ടിയിട്ട് എന്നാൽ എന്താ സംഭവിക്കുന്നത്? രണ്ടും പോകും. അതാണ് സ്വതപ്രാമാണ്യം എന്ന് പറയുന്നതും അസംബന്ധമാകും, ദൈവം പറഞ്ഞു എന്ന് പറയുന്നതും അസംബന്ധമാകും. എന്തുകൊണ്ടിത് പരസ്പരം ആശ്രയിക്കും. ദൈവം പറയുന്നു എന്ന് പറയുന്നതും ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്.
വേദത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ദൈവം പറഞ്ഞു. ആ ദൈവം പറഞ്ഞതുകൊണ്ടാണ് സ്വതപ്രമാണമാകുന്നത്. അപ്പൊ ദൈവം പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാകണമെങ്കിൽ വേദം ആദ്യം ശരിയാകണം. വേദം ശരിയാവണമെങ്കിൽ ദൈവം പറയണം. ദൈവം പറഞ്ഞത് ശരിയാവണമെങ്കിൽ വേദം ശരിയാകണം. അപ്പൊ ഇത് ഒന്ന് ശരിയാക്കാതെ മറ്റത് ശരിയാക്കാൻ ഒക്കത്തില്ല. അപ്പം വെള്ളം വെള്ളത്തിനോട് കൂട്ടിക്കെട്ടിയതുപോലെ അതും രണ്ടും വെള്ളപ്പൊക്കത്തിനൊഴുകി പോകും. എന്നുവെച്ചാൽ ഈ രണ്ട് വാദവും നിലനിൽക്കത്തില്ല. എന്ന് പറഞ്ഞാൽ സ്വതപ്രാമാണ്യം എന്ന് പറയുന്നത് ദൈവവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിദ്ധിക്കത്തില്ല. വേദത്തിലോ ബൈബിളിലോ ഖുർആനിലോ ഒന്നും സ്വതപ്രാമാണ്യത്തെ സമർത്ഥിക്കാൻ ഒക്കത്തില്ല. ദൈവവചനം എന്ന് സ്വീകരിക്കുകയാണെങ്കിൽ എന്നാ പറയുന്നു അത് ദൈവവചനമല്ല. അല്ല, അങ്ങനെയല്ല. ദൈവം പറഞ്ഞെന്നുള്ള രീതിയിലല്ല ഞങ്ങളിതിനെ സ്വതപ്രമാണ്യം എന്ന് പറയുന്നത്. പിന്നെങ്ങനെയാണ്? ഋഷി പറഞ്ഞു, ഒരു ഋഷി പറഞ്ഞു ഇത് ദൈവവചനമാണ്, അതുകൊണ്ട് ദൈവവചനമായതുകൊണ്ട് ഈ വചനത്തിൽ പറയുന്നതെല്ലാം സത്യം. അല്ലെങ്കിൽ ഒരു പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാലോ ശരി, പ്രവാചകൻ പറഞ്ഞതുകൊണ്ടല്ലെങ്കിൽ ഋഷി പറഞ്ഞതുകൊണ്ട് ഇതെങ്ങനെയാണ് ദൈവവചനമാകുന്നത്? അതെങ്ങനെ ദൈവം? കാരണം ആ പ്രവാചകൻ അല്ലെങ്കിൽ ഋഷി സത്യം പറയുന്നവനാണ്, അയാൾ കള്ളം പറയാറില്ല. സത്യം പറയുന്ന ആള് പറഞ്ഞു എന്താണ് ഇത് ദൈവം പറഞ്ഞതാണ്. അതുകൊണ്ട് ആ പറഞ്ഞയാള് സത്യം പറഞ്ഞ ആളായതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു. ആ നേരത്തെ പറഞ്ഞല്ലോ നദിയുടെ തീരത്ത് പുഷ്പമുണ്ടെന്ന് പറഞ്ഞാൽ അത് സത്യം പറയുന്നവനാണെങ്കിൽ ആ പറഞ്ഞ നമുക്ക് സ്വീകരിക്കാമല്ലോ. അവന്റെ വാക്യം പ്രമാണമായി, അതുകൊണ്ട് അവിടെ പുഷ്പമുണ്ട്. അതുപോലെ ഋഷി അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞു ഇത് ദൈവവചനമാണ്, അതുകൊണ്ട് ഇത് ദൈവവചനമാണ്, അതുകൊണ്ട് ഇതിൽ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നൊരു ബാധ്യത ഈ പറയുന്ന ആള് സത്യം പറയുന്നവനാണെന്ന് തെളിയിക്കേണ്ടി വരും. പറയുന്ന ആള് സത്യമേ പറയുമെന്ന് തെളിയിക്കേണ്ടി വരും. അതെങ്ങനെ തെളിയിക്കും? ഒരാൾ സത്യം പറയുന്നു, ഇയാൾ സത്യം പറയുന്നവനാണെന്ന് തെളിയിക്കാൻ എന്താ വഴി? എങ്ങനെയാ തെളിയിക്കുന്നത്? ഈ ലോകത്തിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതിന് സാക്ഷികളെ കൊണ്ടുവരിക. വേറെ വഴിയൊന്നുമില്ല. അയാൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് മറ്റുള്ളവർ പറയുക, അല്ല വേറെ വഴിയില്ല. സത്യം പറയുന്നു എന്ന് തെളിയിക്കാൻ 10 സാക്ഷികളെ കൊണ്ടുവരിക, 100 സാക്ഷികളെ കൊണ്ടുവരിക. അയാൾ സത്യം പറയുന്നവനാണെന്ന് മറ്റുള്ളവരെല്ലാവരും പറയുന്നു. ഇതേ പറയാൻ പറ്റും, വേറെ ഒന്നും പറയാനില്ല. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് അവൻ സത്യസന്ധനാണ്. എന്തുകൊണ്ട്? എല്ലാവരും പറയുന്നു അവൻ സത്യസന്ധനാണ്. എല്ലാവരും പറയണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഋഷിയെ സംബന്ധിച്ച്, ഏതെങ്കിലും ഒരു പ്രവാചകനെ സംബന്ധിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ ഇയാൾ സത്യം പറയുന്നവനാണെന്ന്? അങ്ങനെ ആരെങ്കിലും ലോകത്തുണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറയണമെങ്കിൽ എല്ലാവരും ഇയാളെ അറിയണം. ഒന്നും അത് നടപ്പുള്ള കാര്യമാണ്. പിന്നെ എന്ത് പറയേണ്ടി വരും? ഭൂരിപക്ഷം പറയുന്നു എന്ന് പറയാം. ഭൂരിപക്ഷവും സാധാരണ പറയാറില്ല. കാരണം ഈ പ്രവാചകന്മാർക്കും ഋഷിമാർക്കും എല്ലാം അനുയായികൾ ന്യൂനപക്ഷമാണ്, ഭൂരിപക്ഷമല്ല. ഭൂരിപക്ഷം അവരെ കല്ലെറിയുന്നവരാണ്. ഇവർ പറയുന്നത് കള്ളമാണെന്ന് ധരിച്ചിട്ടാണല്ലോ കല്ലെറിയുന്നത്. പിന്നെ എങ്ങനെയാ ഇനി ഭൂരിപക്ഷം സമ്മതിച്ചു വന്നിരിക്കട്ടെ, അപ്പൊ അത് വേറെ തർക്കമായി. ഭൂരിപക്ഷം പറയുന്നു സത്യം പറയുന്നവൻ, അപ്പൊ ന്യൂനപക്ഷത്തിന്റെ കാഴ്ചപ്പാടിൽ ഇയാൾ അസത്യം പറയുന്നവനാണ്. അവിടെയും തീരുന്നില്ല പ്രശ്നം. അവിടെയും തീരുമാനിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഋഷി പറഞ്ഞു, ഋഷി സത്യം പറയുന്ന ആളാണ് എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ഭൂരിപക്ഷം തീരുമാനിച്ചാൽ ന്യൂനപക്ഷമല്ലെന്ന് പറയും. സർവരും പറയാമെന്നൊരിന്ന് സംഭവിക്കില്ല. എന്തുകൊണ്ട്? കാലദേശങ്ങൾക്കനുസരിച്ച്
ജീവന്മാര് അനന്തമാണ്. ഇതിന് സർവരെയും കൊണ്ട് പറയിപ്പിക്കാൻ ആർക്ക് സാധ്യമല്ല. അതുകൊണ്ട് സ്വതപ്രാമാണ്യം എന്ന് പറയുന്ന അസംബന്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ശങ്കരാചാര്യർ പറഞ്ഞാലും ശരി, ഏത് പ്രവാചകൻ പറഞ്ഞാലും ശരി, ഒരു ഗ്രന്ഥത്തെയും സ്വതപ്രാമാണ്യമായി സ്വീകരിക്കാൻ കഴിയത്തില്ല. യുക്തിയും ബുദ്ധിയുള്ളവർക്ക് സാധ്യമല്ല. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ബുദ്ധിയെ പണയപ്പെടുത്താതെ ചിന്തിച്ചു നോക്കും, ഇതെങ്ങനെ ശരിയാകും ഈ സ്വതപ്രാമാണ്യവാദം? സ്വയം ചിന്തിച്ചു നോക്കും. ഒരിക്കലും ശരിയാകത്തില്ല. കാരണം വേദം സ്വതപ്രമാണമാകണമെങ്കിൽ അത് ദൈവം പറയണം. ദൈവം പറയണമെന്നറിയണമെങ്കിൽ വേദത്തിൽ നിന്നറിയണം. ആ ദൈവം പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാവണമെങ്കിൽ ഇത് സ്വതപ്രമാണമാകണം. അന്യോന്യം ആശ്രയിക്കും. അന്യോന്യം ആശ്രയിച്ചു കഴിഞ്ഞാൽ നടക്കില്ല, കാര്യം നടക്കത്തില്ല. അതിലൂടെ എന്ത് കാര്യത്തെയാണോ നമ്മൾ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സമർത്ഥിക്കാൻ കഴിയാതെ പോകും. അതിന് വേറൊരു ഉദാഹരണം പറയും. രണ്ടുപേര് തറയിൽ നിന്നിട്ട് പരസ്പരം തോളി കയറാൻ ശ്രമിക്കും പോലെയാണ്. ഒരിക്കലും നടക്കത്തില്ല. സംശയമുണ്ടെങ്കിൽ ഇവിടെ നിന്നിപ്പോൾ പരിശോധിച്ചു നോക്കാം. രണ്ടുപേരും താഴെ നിൽക്കുകയും വേണം, രണ്ടുപേരും പരസ്പരം തോളി കയറുകയും വേണം. നടക്കാത്ത കാര്യമാണ്. ഒരാൾ ഇരുന്നു കൊടുത്താൽ വേറൊരാൾക്ക് പറ്റും. പക്ഷെ രണ്ടുപേരും നിൽക്കുകയും വേണം, തോളിൽ കാല്, രണ്ടുപേരുടെയും കാല് രണ്ടുപേരുടെയും തോളിയിരിക്കുകയും വേണം, നിൽക്കുകയും വേണം. ഇതാണ് അന്യോന്യാശ്രയ ദോഷം എന്ന് പറയുന്നത്. അന്യോന്യാശ്രയം, ചാക്രികം, അനവസ്ഥ, ഇങ്ങനെയുള്ള ദോഷങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ അന്ധമായി സ്വീകരിക്കുന്നതിന് എതിരായിട്ട് പഴയ താർക്കികന്മാർ പറയുന്ന യുക്തികളാണിത്. താർക്കികന്മാർ ഇതുകൊണ്ട് തന്നെ നിഷേധിക്കും. അദ്വൈതത്തിന്റെ തന്നെ ഒരു ഗ്രന്ഥമുണ്ട്, ഖണ്ഡഖാദ്യം. അതിനകത്ത് ഹർഷൻ ഉപയോഗിക്കുന്ന ഒരു യുക്തിയാണിത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങ് വിഴുങ്ങാൻ പറ്റത്തില്ല. പരിശോധിച്ച് നോക്കുക, അത് ശരിയാണോ? നിങ്ങൾ യുക്തിയുക്തമായിട്ടാണ് പറയുന്നതെങ്കിൽ യുക്തി കൊണ്ട് അതിനെ പരിശോധിക്കണം. അല്ല പറയണേ ഞാൻ പറയുന്നു അതുകൊണ്ട് നീ സ്വീകരിക്കുക. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളൊന്നും തന്നെ സ്വതപ്രാമാണ്യമല്ല. വേദമായാലും ശരി, ബൈബിളായാലും ശരി, ഖുർആനായാലും ശരി, ഇതൊന്നും സ്വതപ്രാമാണ്യമല്ല. ഇതൊന്നും ഇതിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ദൈവം പറഞ്ഞു എന്ന് സമർത്ഥിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ ദോഷം വരും, അന്യോന്യാശ്രയ ദോഷം വരും. ശങ്കരാചാര്യരോട് പറയുന്നുണ്ട്. അത് ശരിയാണ്. ശങ്കരാചാര്യരോടുള്ള ബഹുമാനം കൊണ്ട് നമുക്ക് തൽക്കാലം ഇതിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ചില ചോദിക്കും, ശങ്കരാചാര്യർ പറയുന്നത് വ്യാഖ്യാനിക്കുകയും ശങ്കരാചാര്യരെ തന്നെ അങ്ങനെ ചോദ്യം ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. അത് സമാനം പറയേണ്ടത് ഞാനല്ല, ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരാണ്. കാരണം ഇവിടെ ശങ്കരാചാര്യ ശിഷ്യൻ തന്നെ ഇവിടെ ചോദ്യം ചെയ്യുന്നു. ശങ്കരാചാര്യർ പറഞ്ഞാണ് അത് ചോദ്യം ചെയ്യുന്നതിൽ അസംബന്ധമാണെന്നോ എന്നൊന്നും കരുതുന്നില്ല. വളരെ സ്വാഭാവികമായി തന്നെ ശങ്കരാചാര്യർ പറഞ്ഞ കാര്യം ശരിയില്ലെന്ന് അടുത്ത് പറയുന്നു ശിഷ്യൻ. മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറയുന്നു. അതുകൊണ്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വേദം നിരപേക്ഷമായി പ്രമാണമാണ്, സ്വതപ്രമാണമാണ്. പിന്നെ അതിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് സ്വീകരിക്കാം. എന്താണ്? ശ്രേയ ഇച്ഛദ്ഭി ജ്ഞാനം വാ കർമ്മ വാ. ഈ ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടാക്കിയപ്പം ബൈബിളായാലും ഖുർആനായാലും ഇതെല്ലാം ഉണ്ടായ കാലത്ത് അതിന്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം പ്രാകൃതരായ മനുഷ്യരോടാണ് പറഞ്ഞത്, ഉപദേശിച്ചത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ പ്രാകൃതരാണ്, ഇന്നത്തെ അപേക്ഷിച്ച് പ്രാകൃത മനുഷ്യരായി. അപ്പോൾ അവരെ സന്മാർഗത്തിൽ നയിക്കണം. അങ്ങനെ നയിക്കണമെന്നുണ്ടെങ്കിൽ മരണത്തിന് ശേഷമുള്ള സ്വർഗം, നരകം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. നീ സത്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും,
ദുഷ്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സ്വീകരിക്കത്തില്ല. കാരണം വിചാരിക്കും നീയും ഞാനും നീയും ഒക്കെ ഒരുപോലെയാണ്. അത് സ്വീകരിക്കത്തില്ല. സ്വീകരിക്കാതിരുന്നാൽ പിന്നെ ഇവരെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ എന്താ? ഈ അജ്ഞരായ മനുഷ്യരെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കാൻ എന്താ ഒരു വഴി? സ്വർഗനരകങ്ങളെക്കുറിച്ച് പറയുക, മരണശേഷം സ്വർഗത്തിൽ പോകാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ കൊടുക്കുക. അതവരെങ്ങനെ അംഗീകരിക്കും? അതെങ്ങനെ എനിക്കറിയാം? പറയാതെ ദൈവം പറഞ്ഞാണ് എന്ന് പറയും. ഇത് പറഞ്ഞാലേ മനുഷ്യനെ അംഗീകരിപ്പിക്കാൻ പറ്റും. ആ ദൈവം ആരോട് പറഞ്ഞു? ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ പിന്നെ അതിന് വിശ്വാസം ഉണ്ടാകും, ഇല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കും. വിശ്വസിക്കാത്തവനെ കൊല്ലും, ബാക്കിയുള്ളവരും മതി, വിശ്വസിക്കുന്നവരും മതി. അപ്പോൾ ആ ഒരു രീതിയെ പിന്തുടർന്നതുകൊണ്ടാണ് ഈ മതത്തിൻ്റെയൊക്കെ പേരിൽ ഇത്രയും രക്തപ്പുഴകളൊക്കെ ഒഴുകിയത്. ഇതിന് സ്വതപ്രാമാണ്യമായി അംഗീകരിച്ചതുകൊണ്ടാണ്. ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ അത് കുറച്ച് മനുഷ്യനെ നന്നാക്കാൻ ഉപകരിച്ചെന്നിരിക്കും. പക്ഷെ അതൊരു ദോഷം കൂടുതലാണ് ഈ സ്വതപ്രാമാണ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. അന്നിത് ചെയ്തത് ഇതിനു വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ സ്വർഗവും നരകത്തിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് കേവലം വിശ്വാസം എന്നല്ലാതെ എന്തെങ്കിലും ഇതിൽ പ്രമാണമുണ്ടോ? ജീവിച്ചിരിക്കുന്നവരുവൻ ഈ സ്വതപ്രാമാണ്യം എന്ന് പറയുന്ന ഈ വാക്യങ്ങളല്ലാതെ വേറെന്താ പ്രമാണം പറയേണ്ടി വരും? ബൈബിളിൽ പറഞ്ഞു, ഖുർആനിൽ പറഞ്ഞു, അല്ലെങ്കിൽ വേദത്തിൽ പറഞ്ഞു എന്ന് പറയാം. ഇത് വെറുമൊരു വിശ്വാസമല്ലേ? ഇതിനപ്പുറം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് വിശ്വാസമല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷെ ഒരു കാലത്ത് ആ വിശ്വാസം ആവശ്യമായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഗുണം ഉണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് അതൊക്കെ വലിയ ദോഷവും ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ ഗ്രന്ഥത്തിൽ പറയുന്ന അനുസരിച്ചിട്ടാണ് മനുഷ്യരിന്ന് ആൾക്കാരെയൊക്കെ കൊല്ലുന്നത്. കൊന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് കൊല്ലുന്നു. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരു ദോഷം, സ്വതപ്രമാണത്തെ സ്വീകരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ദോഷം. ശരി, ഇതൊക്കെ ദൈവം പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്കങ്ങനെ സ്വീകരിക്കാം തൽക്കാലത്തേക്ക്. ദൈവം വേദം പറഞ്ഞു, ബൈബിള് പറഞ്ഞു, ഖുർആൻ പറഞ്ഞു. പക്ഷേ ദൈവത്തിനൊരു അബദ്ധം പറ്റി. എന്നുവെച്ചാൽ ദൈവം ഇതിനെ വ്യാഖ്യാനിച്ചില്ല. ഇത് വ്യാഖ്യാനിക്കുന്ന ജോലിയും മനുഷ്യർക്ക് കൊടുത്തു. ശങ്കരാചാര്യർക്കും മാധവനും രാമാനുജനും ഒക്കെ കൊടുത്തു. ഇവരെല്ലാവരും വ്യാഖ്യാനിച്ചത് ഒരേ രീതിയിലാണോ? അല്ല. അപ്പൊ ദൈവം പറഞ്ഞ വാക്യങ്ങളുടെ തന്നെ അർത്ഥം ഗ്രഹിക്കുന്ന എങ്ങനെ? മനുഷ്യന്റെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടാണ്. ഈ ഗ്രന്ഥങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നത് മനുഷ്യബുദ്ധിക്കനുസരിച്ചിട്ടാണ്. മനുഷ്യബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ എങ്ങനെയും വ്യാഖ്യാനിക്കും. ഏതു തരത്തിലും വ്യാഖ്യാനിക്കും. അപ്പോൾ ദൈവം ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? വ്യാഖ്യാനം എഴുതാത്തിടത്തോളം കാലം, മനുഷ്യൻ വ്യാഖ്യാനിക്കുന്നിടത്തോളം കാലം എന്താ പ്രയോജനം ഉണ്ടായത്? മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് അവന് തോന്നിയതൊക്കെ വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് ഇതിന്റെ പേരിൽ നന്മയും ചെയ്യാം, തിന്മയും ചെയ്യാം. മനുഷ്യനെ കൊല്ലുകയും ചെയ്യാം, മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്യാം. അല്ലേ? ജിഹാദ് എന്ന് പറഞ്ഞാൽ ചിലർ വ്യാഖ്യാനിക്കുന്ന കൊല്ലുക എന്നാണ്, ചിലർ വ്യാഖ്യാനിക്കുന്ന മോക്ഷം എന്നാണ്. രണ്ട് വ്യാഖ്യാനമുണ്ട്. അപ്പൊ ഇത് വ്യാഖ്യാനിക്കുന്നത് ദൈവം വ്യാഖ്യാനിക്കാത്തതിന്റെ കുഴപ്പമല്ല. ഇത് ദൈവം തന്നെ വ്യാഖ്യാനിച്ചിരുന്നെങ്കിലോ? ദൈവം വ്യാഖ്യാനിച്ചിരുന്നെങ്കിൽ ഈ രാമാനുജനും ശങ്കരാചാര്യർക്കൊക്കെ ഇത് ചെയ്യേണ്ടി വരുമായിരുന്നു? ഇല്ല. അപ്പൊ ഇത് ദൈവം പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ദൈവത്തിനൊരു അബദ്ധം പറ്റിയെന്നൂടെ പറയേണ്ടി വരും. വ്യാഖ്യാനിക്കാതെ ഇത് വിട്ടുകളഞ്ഞു, അത് സമ്മതിക്കേണ്ടി വരും. മനുഷ്യബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഇത് മനുഷ്യനിൽ ബുദ്ധിഭേദത്തെ ഉണ്ടാക്കുന്നു, ബുദ്ധിഭ്രമത്തെ ഉണ്ടാക്കുന്നു. അതാ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ദൈവവചനമായി സ്വീകരിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള പല ദോഷങ്ങളുമുണ്ട്. ഇത് ഒരർത്ഥത്തെയല്ല ഇതിന് മനുഷ്യൻ കണ്ടെത്തുന്നു, പല അർത്ഥത്തെ കണ്ടെത്തുന്നു. അതുകൊണ്ടും ദോഷം വരുന്നു.
മനുഷ്യരിൽ ഭേദമുണ്ടാക്കുന്നു, മതങ്ങൾ മനുഷ്യരിൽ ഭേദമുണ്ടാക്കുന്നു, മനുഷ്യരിൽ രാഗദ്വേഷങ്ങളുണ്ടാക്കുന്നു, വിദ്വേഷങ്ങളുണ്ടാക്കുന്നു. ഈശ്വരൻ പറഞ്ഞ ഈശ്വരന്റെ വചനത്തിന്റെ പേരിൽ മനുഷ്യൻ തമ്മിലടിക്കുന്നു, കൊല്ലുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട്? അത് മനുഷ്യൻ വ്യാഖ്യാനിക്കുന്ന രീതി അനുസരിച്ചിട്ടാണ്. എന്തുകൊണ്ടങ്ങനെ ഒന്ന് ഈശ്വരൻ വ്യാഖ്യാനിച്ചില്ല? ഇനി ഈശ്വരൻ വ്യാഖ്യാനിച്ചാലും വീണ്ടും മനുഷ്യൻ അതിനെ വ്യാഖ്യാനിച്ചത്. അതും അവന് പോരാതെ വരും. കാരണം അവന്റെ ബുദ്ധിക്കനുസരിച്ചല്ലേ ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈശ്വരൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടല്ലേ ഒരു ഗ്രന്ഥത്തെ ആശ്രയിച്ച് തന്നെ അനുയായികൾ പല പല ഗ്രൂപ്പാകുന്നു. വേദത്തെ അനുസരിച്ചിട്ടാണെങ്കിൽ ഇവിടെ വിശിഷ്ടാദ്വൈതി, ദ്വൈതി, പിന്നെ വേറെ ഭേദം, ഭേദാഭേദം, അഭേദാഭേദം, എത്രയൊക്കെ സമ്പ്രദായങ്ങൾ, മതങ്ങൾ. ഖുർആനെ ആശ്രയിച്ചിട്ടാണെങ്കിൽ ഷിയ, സുന്നി, മറ്റത് മറിച്ചത്. ബൈബിളിനെ ആശ്രയിച്ചിട്ടാണെങ്കിൽ പെന്തക്കോസ്റ്റ്, ഓർത്തഡോക്സ്, മറ്റത് മറിച്ചത്. ഇത്രയും ഭേദങ്ങളെല്ലാം അങ്ങനെ വന്നു മനുഷ്യൻ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. അപ്പൊ ദൈവം പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? മനുഷ്യനെ ഭിന്നിപ്പിക്കാനല്ലേ ഇത് ഉപകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സ്വതപ്രാമാണ്യവാദം നിലനിൽക്കുന്ന ഒന്നല്ല, അതൊരു യുക്തിയില്ല. അപ്പോൾ ഏതിനെയും പ്രമാണമായി സ്വീകരിക്കുന്നത് ഈശ്വരൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ടല്ല. ഇനി ഈശ്വരൻ പറഞ്ഞു എന്ന് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ ശങ്കരാചാര്യർ പറയുന്ന പോലെയല്ല, സുരേശ്വരാചാര്യർ പറയും പോലെ സ്വീകരിക്കേണ്ടി വരും. എങ്ങനെ? എല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണ്. അത് വേദം മാത്രമല്ല, പുരാണവും ഇതിഹാസവും സർവ്വ ഈശ്വരന്റെ സൃഷ്ടിയാണ്. അതിന് വേദത്തിലായിട്ട് ഒതുക്കിയിട്ട് അത് മാത്രം സ്വതപ്രമാണം അങ്ങനെ എടുക്കരുത്. അതാണ് സുരേശ്വരാചാര്യർ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ശങ്കരാചാര്യർ പറഞ്ഞതിനെ സുരേശ്വരാചാര്യർ ഇവിടെ സ്വീകരിക്കുന്നില്ല. സർവ്വ സൃഷ്ടിയായിട്ട് എടുക്കുക, ഈശ്വരന്റെ സൃഷ്ടിയായിട്ട്. അങ്ങനെ ജഗത്തിനൊരു സൃഷ്ടികർത്താവ് ഉണ്ടെങ്കിൽ എന്താ വേദത്തെ മാത്രം സൃഷ്ടിച്ചിട്ട് ബാക്കിയുള്ളതിനെ സൃഷ്ടിക്കാതിരുന്നു? എല്ലാം അത് തന്നെയാണ് സൃഷ്ടിച്ചത്. വേദം സൃഷ്ടിച്ച് ഋഷിമാരിലൂടെ സൃഷ്ടിച്ചു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വ്യാസനിലൂടെ മഹാഭാരതം സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് എന്താ ദോഷം? അതിനെന്താ ദോഷമുള്ളത്? ഋഷിയിലൂടെ വേദത്തെ സൃഷ്ടിച്ചെങ്കിലും അതാണ് സുരേശ്വരാചാര്യ ചോദിക്കുന്നത്. വ്യാസനിലൂടെ മഹാഭാരതം സൃഷ്ടിച്ചു, അങ്ങനെ പറയാം. ഇന്നെല്ലാവരും സൃഷ്ടിക്കുന്നത് അങ്ങനെ ഈശ്വരന്റെ സൃഷ്ടി തന്നെ. ഈശ്വരൻ പാത്രം ഉണ്ടാക്കുന്നവൻ പാത്രം ഉണ്ടാക്കുന്നു, അവനിലൂടെ ഈശ്വരൻ പാത്രത്തെ സൃഷ്ടിക്കുന്നു. അതല്ലേ കൂടുതൽ യോജിക്കുന്നു. അത് വേദത്തിൽ മാത്രം ഒതുക്കി ഈ വേദത്തിന് മാത്രം സ്വതപ്രാമാണ്യമായി എന്തിനു സ്വീകരിക്കണം? അപ്പോൾ എല്ലാത്തിനെയും മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് പരിശോധിക്കണം. അവന് കിട്ടിയിട്ടുള്ള പ്രമാണങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കണം. അവന്റെ ബുദ്ധിക്കും യുക്തിക്കും സ്വീകരിക്കണം. അവിടെ ജീവന്റെ ഊർധ്വഗതിക്ക് ഏതാണ് ഉപകരിക്കുന്നത് അതിനെ അവന്റെ വിവേകം കൊണ്ട് തിരിച്ചറിയണം. അവന്റെ അന്ധത കൊണ്ടൊന്നിനെയും പിന്തുടരുകയല്ല വേണ്ടത്. മറിച്ച് അവിടെ വിവേകം, അതും ഈശ്വരന്റെ സൃഷ്ടിയാണല്ലോ. ആ വിവേകമാകുന്ന സൃഷ്ടിയെ സ്വീകരിച്ചുകൊണ്ട് ആ വിവേകത്തിന്റെ മാർഗത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും തള്ളിക്കളയേണ്ടതുണ്ടെങ്കിൽ തള്ളിക്കളയണം, സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ സ്വീകരിക്കണം. അത് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. അതിന് സ്വർഗവും നരകവും എന്നുള്ള വിശ്വാസത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ലോകത്തിലുള്ള വിശ്വാസം മതി. ഈ ലോകത്തിൽ മനുഷ്യന് നന്മ വേണം, മനുഷ്യൻ സാഹോദര്യത്തിൽ കഴിയണം, സ്നേഹത്തിൽ കഴിയണം എന്നുള്ള വിശ്വാസം മതി. വിവേകത്തെ ഉപയോഗിക്കുന്നവൻ. സ്വർഗനരകങ്ങൾ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കേണ്ട കാര്യം ഇല്ല. പക്ഷെ അന്ന് മനുഷ്യന് ഇത്രയും വിവേകം ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് അന്ന് ഉപയോഗിച്ചു. ഇവിടെ എന്താണ്? ശ്രയിച്ചദ്ധി ജ്ഞാനം വാ കർമ്മവാ. ജ്ഞാനമായാലും ശരി കർമ്മമായാലും ശരി അതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്നും അത് ചെയ്യേണ്ടി വരും. സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യേണ്ടി വരും. മറ്റൊന്നും ചെയ്യാൻ സമയം കാണത്തില്ല. പിന്നെ യാഗം ചെയ്യാൻ പോയാൽ ഒരുവന്റെ ജീവിതത്തിൽ അതിന് മാത്രമേ സമയം കാണൂ. അസംബന്ധമായി തീരും ഇന്നത്തെ കാലത്ത്. ഇതൊന്നും ഈ കാലത്തിന് യോജിച്ചതല്ല എന്ന് വരും.
അതുകൊണ്ട് സ്വതപ്രാമാണ്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന കാര്യമല്ല. മറിച്ച് ഇതെന്താണ്? ഓരോരുത്തർ ഏകാഗ്രമായി ചിന്തിച്ച് ധ്യാനിച്ച് അവർക്ക് ഓരോ സത്യം വെളിപ്പെട്ടു, അവരത് ലോകത്തിന് വെളിപ്പെടുത്തി. അതിന് താല്പര്യമുള്ളവർ അത് സ്വീകരിക്കുന്നു. അത് വെളിപ്പെടുത്തിയവർക്ക് നല്ല ബുദ്ധിയാണെങ്കിൽ അത് നല്ല ബുദ്ധിയുള്ളവർ അവനെ സ്വീകരിക്കും. ഇനി ചിലർക്ക് ചില ദുഷ്ടബുദ്ധികൾക്ക് ചില ദുഷ്ടകാര്യങ്ങൾ വെളിപ്പെട്ടു, ദുഷ്ടബുദ്ധിയുള്ളവർ അവരെ സ്വീകരിക്കും. എന്നിട്ട് അവർ അതുപയോഗിച്ച് മനുഷ്യനെ ദ്രോഹിക്കാനും കൊല്ലാനും നടക്കും. സദ്ബുദ്ധിയുള്ളവർക്ക് വെളിപ്പെട്ടത് സദ്ബുദ്ധിയുള്ളവർ സ്വീകരിക്കും. ഇതെല്ലാം എന്താണ്? ഈശ്വരന്റെ സൃഷ്ടി തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നിനെ മാത്രം അതിൽ കരുതേണ്ട കാര്യം ഇല്ല.